കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. നമ്മുടെ നാടാകെ മാറിയിരിക്കുന്നു. കുടിലുകളെല്ലാം മാറി ആ സ്ഥാനത്ത് ഫ്ലാറ്റുകളായിരിക്കുന്നു. ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ വത്സ. ഇതോടമല്ലേ തിരുമേനി, ഫ്ലാറ്റിലുള്ളവരെല്ലാം അടിച്ച് ഫ്ലാറ്റായി കിടക്കുവായിരിക്കും. റോഡിലാണോ ഫാൻസി ഡ്രസ് കളിക്കുന്നത്? നമ്മളിപ്പോ ഫ്ലാറ്റായി പോയേനെ. എന്റെ തിരുമേനി, ഇത് നമ്മുടെ പാതാളമല്ല, ഭൂമി മലയാളമാ. ഇവിടെ നേരെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് പാതാളത്തിലേക്കായിരിക്കത്തില്ല, പരലോകത്തേക്കായിരിക്കും. ആ, ഇത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ ബൈജു എവിടെയാണ് ആവോ? യാത് ബൈജു? നമ്മുടെ അയ്യപ്പ ബൈജു. ലെവനല്ലോ കുശൻ. നമ്മുടെ അയ്യപ്പ ബൈജു. അവനവല്ല ഷാപ്പില് തപ്പിയാ മതി. അല്ല വത്സ, കഴിഞ്ഞ പ്രാവശ്യം നാം വന്നപ്പോ അവൻ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്. എന്ത്? ഇനി ഞാൻ കുളിക്കില്ല എന്ന്. തിരുമേനി കുടിക്കില്ലെന്നോ? വത്സ, അയ്യപ്പ ബൈജു കുളിക്കില്ല എന്ന്. ഇപ്പൊ അവൻ കുടിയെല്ലാം നിർത്തി നല്ല മിടുക്കനായി കാണും. ശരി, ഞാൻ ഇവിടുന്ന് പോയപ്പം അവള് ഗേറ്റൊക്കെ പൂട്ടി എന്നെ പുറത്താക്കി കണക്കാം. അവളെ എന്നാടുക്കും അവളെ അവളെ ഇന്ന് ഗേറ്റ് തുറക്കാൻ എന്നത്ര മനുഷ്യ കിടന്ന് കൂവുന്നേ? ഗേറ്റ് തുറന്നിട്ടേക്കുന്ന ഞാൻ കണ്ടില്ലായിരുന്നു സത്യം. പിന്നെ അതെങ്ങാനും തള്ളി എല്ലെങ്ങാനും ഒടുങ്ങി ഇവിടെ കിടന്ന ഞാൻ നോക്കാലോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട അത്തക്കളാ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട കൊള്ളത്തില്ലായിരിക്കും. പക്ഷെ ഇതിനെന്തോ ഒരു കുറവുണ്ട്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറവല്ലേ കണ്ടുപിടിക്കത്തുള്ളൂ. ഇന്ന് എന്ത് കുറവാണാവോ? ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സുഭാഷിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്, രഘുവിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്. അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു വെറൈറ്റി വേണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി വേണം. ഈ സാധനത്തിന്റെ കുറവ് ഞാൻ കാണിച്ചു. എന്റെ ദൈവമേ, നല്ലൊരു അത്തക്കള ഇട്ടിട്ട് അതിന്റെ നടുക്ക് പട്ടച്ചാരയും കൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വട്ടാണോ മനുഷ്യ? പറയുന്നേക്ക് എടി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു വെറൈറ്റി വേണം, അതിൻ്റെ ആയിട്ടൊരു ഐഡന്റിഫിക്കേഷൻ വേണം. ഇപ്പോ ആര് വന്ന് കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യം ഇത് ബൈജുവിന്റെ വീട്ടിൽ അത്തോന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. സെൻട്രൽ കുപ്പി വന്നാൽ വേറെ ആരുടെ? ഈ കുപ്പി എടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതോ ഞാൻ എടുത്തിട്ട് പൊട്ടിച്ചു കളയണോ? കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മടി വെച്ചോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പൊട്ടിച്ചു കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വലിയ ആളുകളിക്കല്ലേ ഈ എന്റെ ദാഹജലത്തെ പറ്റി സംസാരിച്ച എന്നെ തല്ലിക്കൊന്നാലും ശരി, ഇതെങ്ങനെ പൊട്ടിച്ചാൽ നിന്റെ വീട് ഞാൻ തല്ലി പൊട്ടിക്കും. ദേ, എന്റെ നൈജീരിയുള്ള അമ്മായി എനിക്ക് വെറുതെ താമസിച്ചോളം തന്നിരിക്കുന്ന ഈ വീട് തല്ലി പൊട്ടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടുന്നാ നിങ്ങൾക്ക് ഈ കുപ്പി മേടിക്കാൻ കാശ്? ഞാൻ ഇതിനകത്തിട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട് എന്തിയാ മനുഷ്യ? നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കറുത്ത കോട്ട് അവിടെ തൂക്കിയിട്ടിരുന്നത് എന്തിയെന്ന്? നിന്റെ നൈജീരിയയിലെ അമ്മാവന്റെ കോട്ട് രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കോട്ടടിച്ചത്. എനിക്ക് അപ്പഴേ അറിയായിരുന്നു എന്റെ അമ്മാവ. ഞാൻ എന്റെ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും? എന്റെ അമ്മായി എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിയുടെ കോട്ട് എടുത്ത് നിങ്ങൾ കൊടുത്തത്? ഇനി ഇതെങ്ങനെ മേടിക്കും? നിന്റെ അമ്മാവന് കോട്ട് വലുതാണെങ്കിൽ എനിക്ക് എന്റെ കോട്ടർ വലുതാ. എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ എന്റെ കോട്ടറിനെ കാണുന്നത് അറിയോ? ഈ കോട്ടറിനെ പോലെ എന്റെ കൊച്ചിനെ ഇയാള് നോക്കിയിരുന്നെങ്കിൽ അതിങ്ങനെ പിഴയും തല്ലി നടക്കത്തില്ലായിരുന്നു. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പിടിച്ചില്ല. എന്റെ അമ്മാവന്റെ കോട്ട് വിറ്റിട്ട് നിങ്ങൾ ഈ കോട്ടർ കുടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിട മനുഷ്യ, വിടാനാ പറഞ്ഞത്. നിങ്ങളിത് ചേട്ടന്മാരും ഇവിടില്ല. എല്ലാ ചേട്ടന്മാരും ബീവറേജ് ക്യൂ നിൽക്കും അറിയാവോ? ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന
എടി നിനക്കറിയാമോ, നീ എപ്പോഴും പറയല്ലോ മറ്റുള്ള ആണുങ്ങളെ പോലെ കഷ്ടപ്പെടണം ബുദ്ധിമുട്ടണം എന്നൊക്കെ. അതുപോലെ കഷ്ടപ്പെട്ട് ബീവറേജ് ക്യൂവിൽ പോയി കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് നീ കളഞ്ഞ. അയ്യോ. നിന്നെ ഒന്ന് കൊല്ലും ഞാൻ. നിനക്ക് അത് ശാപം കിട്ടും. അത് സാരമില്ല, ഒന്നും അത് വേണ്ട. പോട്ടെ. No പോയത് പോയി. compromise. ചേട്ടൻ വന്നേ നമുക്ക് ഊണ് കഴിക്കാൻ പാ. ഏ? നല്ലൊരു ഓണമായിട്ട്. ഊണ് എന്റെ പട്ടിക്ക് വേണം. നിങ്ങൾ തിന്നണ്ട, ഞാനത് പട്ടിക്ക് കൊടുക്കും, നോക്കിക്കോ. എനിക്ക് മനസ്സിലായിടി. Every dog has a day. എന്തോന്ന്? Every dog has a day. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ ആ, മനുഷ്യ. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കൊരു ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഞാൻ അറിയാണ്ട് പറഞ്ഞു. തെറ്റാണെങ്കിൽ വേണ്ട. ആ ദേ വന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാനൊരു ഫുള്ള് മേടിച്ചടിക്കാതെ ഈ ഹോമിന്റെ സ്റ്റെപ്സ് ഞാൻ വെക്കത്തില്ല. ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് കേറിയ നിങ്ങളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങോട്ട് കേറി ഓ, നോക്ക്. പിന്നെ കാണാം. ആ കാണാം. നീ പോടി. ഒന്ന് പോ മനുഷ്യ. നീ പോടി. നിങ്ങൾ ഇറങ്ങി പോ. അവിടെ അയ്യോ, ഇറങ്ങണം. ഇയാളൊരു കാലം നേരെ ആവത്തില്ല. ഭൂതത്തെ പിടിച്ച് കുപ്പിയിലടയ്ക്കുവാൻ മഹാമാന്ത്രികൻ എത്തിക്കഴിഞ്ഞു. പട്ടണത്തിൽ ഭൂതം. ഭൂതത്തെ കാണുവാനുള്ള സുവർണാവസരം പാഴാക്കാതിരിക്കുവിൻ. പട്ടണത്തിൽ ഭൂതം. മനുഷ്യനെ പട്ടണത്തിൽ എന്തുവേണ്ട ഇത് മനുഷ്യനെ പേടിപ്പിക്കാൻ നീയായിരുന്നോ? തിരുമേനി എന്തിനാ ഓടിയത്? വത്സ, നീ ആ വിളിച്ച് പറഞ്ഞോണ്ട് പോയത് കേട്ടില്ലേ? എന്നെ പിടിച്ച് കുപ്പിയിലടക്കി വന്ന് ഭൂതത്തെ പിടിച്ച് കുപ്പിയിലടയ്ക്കുവാൻ മഹാമാന്ത്രികൻ എന്നെ എത്തിക്കഴിഞ്ഞു. കണ്ടിട്ട് പട്ടണത്തിൽ ഭൂതമാണോ ഭൂതം. പ്രേതമാണോ എന്ന് കരുതി ഏതോ വിവരദോഷികൾ വിളിച്ചു കൂകുന്നതാ. കുപ്പിയിലടയ്ക്കും പോലും. അതിന് ഞാൻ എന്തുവാ കുട്ടിച്ചാത്തനെന്നോ? വെറുതെ അല്ല ഒരാള് കാലം നീട്ടിക്കൊണ്ടുവന്നപ്പോ തലയെ കുരിച്ചു കൊടുത്തത്. തലക്കകത്ത് വല്ലതും വേണ്ടേ? എന്റെ തിരുമേനി, അത് പുതിയ സിനിമയുടെ പരസ്യ വണ്ടിയാ. അത് ശരി. അപ്പൊ അവിടെ കണ്ട ജനക്കൂട്ടം സിനിമ കാണാൻ ഓടിക്കൂടിയതാണല്ലോ. അതെ. എന്നാ പിന്നെ നമുക്ക് ആ സിനിമ കണ്ടാലോ? അപ്പൊ പ്രജകളെ കാണണ്ടേ? പ്രജകളെ കാണണം. ദാ വാ. ബാ. തിരുമേനി, കേരളം കണ്ടില്ലേ? ഇനി നമുക്ക് കോവളം കാണാൻ പോയാലോ? വത്സ, കേരളത്തിനകത്ത് തന്നെയാണ് കോവളം. ഓ, അയ്യോ. ചേട്ടാ ഈ കഞ്ഞിക്കുഴിക്കുള്ള വഴിയേതാ? കഞ്ഞിക്കുള്ള വഴിയാ? അല്ല, കഞ്ഞിക്കുള്ള വക തേടിയാ ജഗള് നടക്കുന്നത്. കഞ്ഞിത്തരം പറയാതെ മിണ്ടാതെ നിൽക്കു വത്സ. ഒന്നുമില്ലെങ്കിലും ഒരു രാജാവല്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. രാജാവാ? മനസ്സിലായില്ലല്ലേ? ഞങ്ങൾ ഓണത്തിന് ആൽബം പിടിക്കാൻ ഇറങ്ങിയതല്ല. ഇതാണ് കേരളം ഭരിച്ചിരുന്ന ബാവേലി തമ്പുരാൻ, അതായത് സാക്ഷാൽ മഹാബലി. ഒറിജിനൽ ISI മാർക്കോട് കൂടിയത്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ഭരണമാ. ഓണമല്ലേ, ഞങ്ങൾ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അതുപോലെ തന്നെയാണ് ഞാനും. ഒരു ഭാര്യയുണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്, പ്രജകളായിട്ട്. ആ പേരിൽ 4 കുട്ടികളുണ്ട്. അവരുടെ ക്ഷേമാന്വേഷണമുള്ള യാത്രയല്ലേ ഞാനും. ശ്ശോ. വത്സ, മലയാളികളുടെ മഹാമനസ്കത കണ്ടില്ല. നാം ഒന്ന്, നമുക്ക് 2. 2 പേരെ പോറ്റുന്ന നിനക്ക് നല്ലത് വരട്ടെ. പോയി ഓണം നല്ലതുപോലെ ആഘോഷിക്കും. എന്തെടുത്തിട്ട് ഓണാഘോഷിക്കാനാണ്? എടോ, കോണം വിറ്റും അല്ല, കാണം വിറ്റ് ഓണം ആഘോഷിക്കണോന്ന് തിരുമേനി പറഞ്ഞിട്ടില്ലേ? കാണാൻ പോയിട്ടൊരു കോണകം പോലും ഇല്ല വിൽക്കാനായിട്ട്. കോടകം വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ സംഘടിപ്പിച്ചു തരാം. അതൊന്നും വേണ്ട. തൽക്കാലം ഇപ്പൊ ഓണം ഉണ്ണാനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ഇത് വെച്ച് ഓണാഘോഷിക്കാം. കഴുത്ത് അവിടെ തന്നെ ഉണ്ട് തിരുമേനി. അവര് കൊണ്ടുപോയത് മാലയാ. തിരുമേനിയുടെ മാലയുടെ കാര്യം ഗോവിന്ദ. എന്താ? സ്വാഹ. ഇല്ല, എല്ലാം നാം എന്റെ അകക്കണ്ണിൽ കാണുന്നു. അവൻ വരും, ഇല്ലെങ്കിൽ ചാത്തന്മാർ അവനെ വരുത്തും. ചാത്തന്മാരോ? ബാവേലി എന്ന് മുതലാ ചാത്തൻ സേവ തുടങ്ങിയത്? വത്സ, ഞാൻ ഇട്ടുകൊണ്ടുവന്നത് മുക്കുവണ്ടമാണ്. കേരളത്തിലേക്കാണല്ലോ വരുന്നത്. ഇതുപോലുള്ള തരികിടകൾ ധാരാളം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഓടുന്ന പട്ടിക്ക് 1-2 കിലോമീറ്റർ മുമ്പേ എറിയണം. എന്നാലും എള്ളോളം കള്ളില്ലാത്ത, ഇതില്ലാത്ത അല്ല കള്ളമില്ലാത്ത എന്റെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായല്ലോ ഭഗവാനെ.